ഹലോ, എൻ്റെ പേര് അർജുൻ. എൻ്റെ പേര് പൂജ. ഇത് ഞങ്ങളുടെ ഒരു പുതിയ യൂട്യൂബ് ചാനലാണ്. ഞങ്ങളുടെ ചാനലിൻ്റെ പേര് ഡാഫഡിൽ കപ്പിൾ എന്നാണ്. അപ്പോൾ ഞങ്ങളുടെ സ്ഥലം എറണാകുളമാണ്. എൻ്റെയും എറണാകുളം തന്നെയാണ്. ഞങ്ങളുടെ സ്ഥലം ഞാൻ പറഞ്ഞു. ശരി, ഓക്കെ. ഞങ്ങളുടെ സ്ഥലം എറണാകുളത്താണ്. ഞങ്ങളിപ്പോൾ കറന്റ് യു കെയിലാണുള്ളത്. യു കെയിലെ ബെർമിംഗ്ഹാം എന്ന സ്ഥലത്താണുള്ളത്. നാട്ടിൽ ഞാൻ ഡെൻറ്റിസ്റ്റ്, എൻ്റെ പ്രൊഫഷൻ ഡെൻറ്റിസ്ട്രി ആണ്. എൻ്റെ കോഴ്സ് കഴിഞ്ഞ് ഞാൻ അധികം പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ല. നാട്ടിലെ കോഴ്സ് കഴിഞ്ഞു ഉടനെ ഞാനിവിടെ സ്റ്റുഡൻറ്റ് വിസയിലാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ സ്റ്റുഡൻറ്റ് ഡിപ്പെൻഡൻറ്റ് വിസയിലാണ് യു കെയിലേക്ക് വന്നത്. ഡെൻറ്റിസ്ട്രിയുടെ തന്നെ മാസ്റ്റേഴ്സ് കോഴ്സ് എടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ നാട്ടിൽ ബാങ്കിലായിരുന്നു വർക്ക് ചെയ്തത്. ഒരു 6 വർഷത്തോളം നാട്ടിലെ ബാങ്കിൽ വർക്ക് ചെയ്തു. പിന്നെ അതിനുശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഞങ്ങളുടെ കല്യാണം 2020 കൊറോണ ടൈമിലെ കല്യാണം. ഞങ്ങളുടെ കല്യാണം ആകെ 25 പേരായിട്ട് പറ്റുള്ളൂ അന്ന്. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ കല്യാണം. അതിനുശേഷം 1 ഇയർ കഴിഞ്ഞ് ഞങ്ങൾ ഡിസൈഡ് ചെയ്തു ഞങ്ങൾക്ക് പുറത്ത് പോവാം, നാട്ടിൽ നിന്നിട്ട് കാര്യമില്ല എന്നൊരു തീരുമാനം എടുത്തു. അങ്ങനെ ഞങ്ങൾ എബ്രോഡ് പോകാനുള്ള പ്ലാൻ ചെയ്തു. ഏജൻസിയിൽ അപ്പം തന്നെ കോണ്ടാക്ട് ചെയ്ത് പെട്ടെന്നെടുത്ത തീരുമാനമായിരുന്നു. എല്ലാം തീട്ടുന്നതായിരുന്നു. അങ്ങനെ ഒരു പെട്ടെന്ന് ഇപ്പോൾ 1.5 വർഷമായി ഞങ്ങൾ ഇവിടെ യു കെയിലുള്ളത്. വന്നിട്ട് ഞങ്ങൾ സ്റ്റുഡൻറ്റ് വിസ കഴിഞ്ഞു, കോഴ്സ് കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ PSWയിലാണുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ തൊട്ട് ഞങ്ങളുടെ കുറച്ച് വീഡിയോസ് കാര്യങ്ങളെല്ലാം ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ലൈഫ് സ്റ്റൈല്, നമ്മുടെ ലൈഫിൽ എങ്ങനെ പോകുന്നു, ചെറിയ ചെറിയ ക്ലിപ്സ്, നമ്മൾ ഓരോ സ്ഥലത്ത് പോകുന്നു അതിൻ്റെ ക്ലിപ്സൊക്കെ ഞങ്ങളുടെ ഒരു എന്താ പറയുക മെമ്മറീസ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫാമിലീസ് എല്ലാവരും കൂടെ പറഞ്ഞ് അതൊരു എന്നൊരു ചാനൽ തുടങ്ങുക, അങ്ങനെ അത് ഷെയർ എക്സ്പീരിയൻസും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാനായിട്ട് ഒരു പ്ലാറ്റ്ഫോം ആണല്ലോ എന്ന് ഉള്ളൊരു ഉദ്ദേശത്തിൽ ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് ഒരുപാട് നാളായിട്ട് വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അതിനുള്ളൊരു സമയവും സാഹചര്യവും കിട്ടിയില്ല. കാരണം വന്നപ്പോൾ തൊട്ട് തന്നെ നമുക്ക് ഒരുപാട് സ്ട്രഗിള് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ പറഞ്ഞാലും നമുക്ക് മാത്രമല്ല, അത് എല്ലാവർക്കും ഉള്ളതാണ്. അപ്പൊ നമ്മുടെ സ്ഥലത്ത് നിന്ന് നമ്മളെ പുതിയൊരു സ്ഥലത്തേക്ക് പറിച്ചു നടുന്ന പോലെയാണല്ലോ ഒരു കൺട്രി മാറി നമ്മൾ വരിക എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ആസ് യൂഷ്വൽ എല്ലാവർക്കും ഉണ്ടായിരുന്ന പോലെ ഉള്ള സ്ട്രഗിൾസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്നത് 2022 ജനുവരിയിലാണ് ഇവിടെ വന്നത്. ജനുവരി തന്നെ വന്നു. ജനുവരി 21 ഇവിടെ വന്നു. 2 ഫ്ലൈറ്റ് ഇറങ്ങിയാണ് വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് റൂമൊന്നും ഉണ്ടായിരുന്നില്ല. നാട്ടിൽ ഇവിടെ വരുമ്പോൾ എല്ലാവരും പറഞ്ഞു എങ്ങനെ ഇരിക്കും, എങ്ങനെ റൂമൊക്കെ എങ്ങനെ കിട്ടാൻ പാടായിരിക്കും, ഒരുപാട് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ഒരുപാട് പറ്റിപ്പെടാന്ന്. ഞങ്ങൾ അതിനൊരു ഹോട്ടലെടുത്ത് ആദ്യം നമ്മൾ നാട്ടിൽ നിന്ന് അന്വേഷിച്ചിട്ട് ഭയങ്കര റേറ്റ് ഒക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ഒരു ഹോട്ടൽ. റേറ്റ് മാത്രമല്ല, അവർ പറയുന്നത് ആ റേറ്റിൽ നമ്മൾ 1 ഇയർ കോൺട്രാക്റ്റ് ഒക്കെ എഴുതിയിട്ട് വരണം എന്ന്. അപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു അത് ഭയങ്കര റിസ്ക് ആണ്. കാരണം നമ്മൾ വൺസ് ഇവിടെ കോൺട്രാക്ട് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിന് ബാക്ക് ഔട്ട് ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ ഞങ്ങളൊരു ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തു. ഒരു എന്താ പറയുക, ഒരു 1 BHK ഉള്ള പോലത്തെ ഒരു ഹോട്ടലാണ്. അവിടെ കിച്ചൺ എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടുത്തെ ഒരാഴ്ച ബുക്ക് ചെയ്ത് അങ്ങനെയാണ് ഞങ്ങൾ അക്കോമഡേഷൻ എടുത്തിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. പിന്നെ അവിടുത്തെ ചെറിയ അക്കോമഡേഷൻ പ്രശ്നങ്ങൾ, രണ്ടാമതൊരു വീട് കിട്ടി ഞങ്ങൾക്ക്. അത് ചില പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ മാറി ഒരു 3 months ഫുൾ എന്താ പറയാ സ്ട്രഗിളിംഗ് പീരീഡ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ. ഞങ്ങൾക്ക് പിന്നെ വന്ന വഴി ഞങ്ങൾക്ക് ഇവിടെ ജോലി കിട്ടാൻ പാടായിരുന്നു. നമ്മൾ എന്താ പറയുക, നമ്മൾ പുറമേ നിന്ന് വിചാരിക്കുന്ന പോലെ അത്ര ഈസി ഗോയിങ് അല്ല കാര്യങ്ങൾ. കാരണം പ്രത്യേകിച്ച് ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 2 പേരും വീട്ടിൽ നിന്ന് അധികം ഇങ്ങനെ മാറി നിന്ന് അങ്ങനത്തെ ഒരു ഇതല്ല. ഞങ്ങളിപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനാണെങ്കിൽ പക്ഷേ ചേട്ടൻ്റെ കാര്യത്തിൽ ചേട്ടൻ അത്രയും കൂടി നിന്നിട്ടില്ല. ബട്ട് സ്റ്റിൽ ഞങ്ങൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറിൽ നിന്ന് വന്നിട്ട് ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 3 മാസത്തോളം കഴിഞ്ഞാണ് എനിക്ക് ജോലി കിട്ടിയത്. ചേട്ടൻ എനിക്ക് എന്തായാലും സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് എനിക്ക് 20 hours കൂടുതൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം മെയിൻ വർക്കിംഗ് ഇതെന്ന് പറഞ്ഞാൽ ചേട്ടനാണ്. പക്ഷെ ചേട്ടന് പോലും കിട്ടാനായിട്ട് 3 months. ഞാൻ ഒരുപാട് എന്താ പറയുക സൂപ്പർ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ നോക്കി, പിന്നെ ഒരുപാട് അന്വേഷിച്ചു. അതായത് നമ്മൾ ബേസിക് ഇതിൽ നിന്ന് നിൽക്കണം. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന പൊസിഷൻ, നാട്ടിൽ ഞാൻ ബാങ്കർ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഇതിൽ നിന്ന് നമ്മൾ ഒരുപാട് ജോലി അന്വേഷിച്ചു. ലൈക്ക് എന്നിട്ട് പോലും 3 months ആയിട്ടാണ് നമുക്ക് ജോലിയൊക്കെ കിട്ടിയത്. നമുക്കിവിടെ ഭയങ്കര കളറിന്റെ പേരിലൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളെല്ലാം. അതെ, അത് അപ്പോൾ അങ്ങനെ പിന്നെ കിട്ടിയത് ജാഗോ ലാൻഡ് റോൾ ഒരു ഏജൻസിയിലാണ് കിട്ടിയത്. അങ്ങനെ അവിടെ ജോയിൻ ചെയ്തു. പക്ഷെ എനിക്ക് അന്നേരവും ജോലി കിട്ടിയിട്ടുണ്ടായില്ല. ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് 20 hours എന്താണെങ്കിലും പറ്റുള്ളൂ. പക്ഷെ എനിക്ക് കിട്ടിയപ്പോൾ എനിക്ക് തോന്നുന്നു പിന്നെ ഒരു 6 months
ഞങ്ങൾ ജനുവരിയിൽ വന്നിട്ട് ജൂൺ ആയപ്പോഴാണ് എനിക്ക് ജോലി കിട്ടിയത്. എനിക്ക് കിട്ടിയത് NHS-ലാണ്. അത് കോവിഡ് ടൈം ആയി. നമ്മൾ വാക്സിനേഷനൊക്കെ ഒന്ന് നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ടൈം ആയതുകൊണ്ട് മെഡിക്കൽ ഫീൽഡ് ആയതുകൊണ്ട് അത് കിട്ടാനും കിട്ടാൻ പാടില്ലായിരുന്നു എന്നല്ല, കിട്ടാനൊരു പ്രയോറിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് ഏതാണ്ട് 6 മാസം 7 മാസം കഴിഞ്ഞിട്ട് ഇവിടെ ഏതൊരു ജോബിനും അങ്ങനെ തന്നെയാണ്. നമുക്ക് അപ്ലൈ ചെയ്ത് ആ പ്രോസസ്സ് ഭയങ്കര ഒരു ലോങ് പ്രോസസ്സാണ്. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് എന്താ പറയുക, പിന്നെ നമ്മൾ ഒരുപാട് ട്രെയിനിങ്സ് അണ്ടർടേക്ക് ചെയ്യേണ്ടതായിട്ടൊക്കെ വന്നു. അതെല്ലാം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ജോലിക്ക് മാർച്ചിൽ മറ്റും അപ്ലൈ ചെയ്തിട്ട് എനിക്ക് ജൂണിലാണ് അവരെന്നെ വിളിച്ചത്. എന്നിട്ട് ഞാൻ അത് തന്നെ ജോയിൻ ചെയ്തത്. ബട്ട് എനിക്ക് 20 hours വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ആൾക്ക് ഇവിടെ വർക്ക് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് ഇവിടുത്തെ ഡെന്റൽ ഫീൽഡിൽ GDC രജിസ്ട്രേഷൻ ആവശ്യമുണ്ട്. അപ്പൊ അത് കിട്ടിയാൽ മാത്രമേ ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നാട്ടിൽ നിന്ന് വന്നപ്പോ അങ്ങനെ ഒന്നല്ലായിരുന്നു. ഏജൻസി പറഞ്ഞു ഇവിടെ വരുന്നു, പഠിക്കുന്നു, വർക്ക് ചെയ്യുന്നു, ജോലി കിട്ടുന്നു. ഈ ഡോക്ടറിന്റെ ഒരു പേര് വരുമ്പോൾ ഡോക്ടർമാർക്ക് ഇവിടെ അത് സെപ്പറേറ്റ് എക്സാം ഒക്കെ എഴുതി പാസ്സാവേണ്ട ഒരു കാര്യമുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. നമുക്ക് അതിനെക്കുറിച്ച് ഒരുപാട് അറിവൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ അതിന് വെയിറ്റിംഗ് ആണ്, രജിസ്ട്രേഷന് വേണ്ടിയിട്ട്. അതെ, ഒന്നും അതിലേക്ക് ആയിട്ടില്ല. കാരണം നമ്മളൊന്ന് സ്റ്റേബിളായി വരുന്നതേ ഉള്ളൂ ഇപ്പോഴും. പിന്നെ ജോലി കിട്ടി ചേട്ടന് ജാഗ്വർ ലാൻഡ് റോവറിൽ. ചേട്ടന് ഒരു 5 months ആയി, മെയ് ആയപ്പോഴാണ്, 3.5 മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ജോലി ആവണത്. ജാഗ്വർ ലാൻഡ് റോവറിൽ കുഴപ്പമുണ്ടായില്ല, പ്രൊഡക്ഷനിൽ തന്നെയാണ്. അങ്ങനെ ഇപ്പോഴും ഞങ്ങൾ അതേ ഫീൽഡ്, അത് സെയിം കമ്പനിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇതിന്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് കുറച്ച് മെഡിക്കൽ ഇഷ്യൂസ് ഒക്കെ വന്നു, ആൾക്ക് നാട്ടിൽ പോകേണ്ടി വന്നു. ഞാൻ ഇടയ്ക്ക് നാട്ടിൽ പോയി. അത് ഞാൻ സെപ്റ്റംബർ ആയപ്പോൾ അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കല്യാണം കഴിഞ്ഞതിന് ശേഷം, ആദ്യമായിട്ടെന്ന് പറയുമ്പോൾ കല്യാണം കഴിഞ്ഞ ആളുടെ എന്താ പറയുക, ആളുടെ ഹൗസ് സർജൻസി കഴിഞ്ഞ് നാട്ടിൽ വന്നിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ മാറി നിന്നിട്ടില്ല. അതിന്റെ ഇടയ്ക്കാണ് നാട്ടിൽ പോണതും മെഡിക്കൽ ഇഷ്യൂ മെഡിക്കൽ സിസ്റ്റം വന്ന് ഞങ്ങള് ഒരുപാട് നാൾ അതിനു വേണ്ടി ഓടി നടന്ന് അവരൊരു റെസ്പോൺസ് ഇല്ല. NHS-ന്റെ കാര്യം പൊതുവെ ഇവിടെ ഭയങ്കര സ്ലോ ആണ്. ഒരുപാട് സ്ലോയും ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ വന്ന് ഞങ്ങൾ സഹിയിട്ടു. ഞങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ പിന്നെ അന്നത്തെ കാലത്ത് അപ്പൊ ഞങ്ങൾക്ക് പൈസയില്ല, ഒരു സാധനമല്ല, ഇപ്പോഴും ഇല്ലാന്ന് വേറെ കാര്യം അല്ല. അപ്പൊ എങ്ങനെയെങ്കിലും വീട്ടില് ആ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡില് നമുക്ക് നാട്ടിൽ പോകാനുള്ള ഒരു സാഹചര്യം ഒന്നും അല്ല. നമുക്ക് ആ ഒരു മെഡിക്കൽ ഇഷ്യൂ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് പോകേണ്ടി വന്നു. അങ്ങനെയാണ് നാട്ടിൽ പോയി, തിരിച്ചു വന്നു. 1 മാസത്തോളം പോയി, 3 വീക്സോളം പോയി. ആദ്യം നാട്ടിൽ ചെന്ന വഴി ആളെ തിരിച്ചു പോയി, എനിക്ക് തിരിച്ചു വേണമെന്ന് പറഞ്ഞ് കരച്ചിലായിരുന്നു. പിന്നെ കുറെ കാര്യങ്ങളാണ് ഞങ്ങൾക്ക് വരാൻ പറ്റില്ല, 3 ആഴ്ചയോളം കഴിഞ്ഞിരുന്നു. പിന്നെ അതിന്റെ ഒരു സന്തോഷത്തില് വന്ന് ഞങ്ങള് വെയിറ്റ് ചെയ്ത് ഒക്ടോബർ ആയപ്പോഴേക്കും ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഞങ്ങളുടെ ലൈഫിലെ പുതിയൊരു ഫേസിലേക്ക് ഞങ്ങൾ കടന്നു. അപ്പോഴാണ് ഞങ്ങൾ വീണ്ടും ഒരു മെഡിക്കൽ ഇഷ്യൂ എന്ന് പറയാൻ പറ്റില്ല, ഒരു മെഡിക്കൽ ഇഷ്യൂ പോലെ തോന്നി. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. അങ്ങനെ ചെറിയ പീരിയഡ്സിൽ എന്തോ ഗ്യാപ്പ് വന്ന പോലെ തോന്നി. അതെ, അങ്ങനെ ഡിലേ ആയിട്ട് ആവുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങള് ഇവിടുത്തെ അപ്പോയിന്റ്മെന്റ് വെച്ചിട്ട് ഞങ്ങൾക്ക് 1 month കഴിഞ്ഞ് 3 weeks കഴിഞ്ഞിട്ടാണ് അവർ ഞങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് വന്നത്. അപ്പോൾ എന്താന്ന് വെച്ചാൽ നമ്മൾ യൂഷ്വലി പീരീഡ്സ് ആവാണ്ടാവുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഞങ്ങൾ സസ്പെക്ട് ചെയ്തില്ല. ആദ്യം സസ്പെക്ട് ചെയ്തില്ല, നേരെ പോയി അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടു കഴിഞ്ഞ് ഡോക്ടർ ഒരു ഡൗട്ട് പോലെ പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, ബട്ട് ഞങ്ങൾ ടെസ്റ്റ് ചെയ്തായിരുന്നു. ഞങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ആദ്യം ചെയ്തു, അപ്പോൾ നെഗറ്റീവ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പിന്നെ ടെൻഷനായി, PCOD ആണോ, കാരണം ഇപ്പോൾ യൂഷ്വലി ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു ഇതാണ് PCOS. അപ്പോൾ ഞാൻ അവരെ പിന്നെയും കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ, നമുക്ക് PCODയുടെ എന്തെങ്കിലും ആണോ എന്ന് സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് 3 weeks കഴിഞ്ഞിട്ടാണ് അവർ അപ്പോയിൻമെൻറ്റ് ഇരുന്നത്. അങ്ങനെ 3 weeks കഴിഞ്ഞ് ഒക്ടോബർ 31-നാണെന്ന് തോന്നുന്നു എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി. അന്നേരം ഒക്ടോബർ 30-ന് എനിക്ക് തോന്നുന്നു ഒരു തലേ ദിവസം എനിക്ക് പിന്നെയും ചെറിയൊരു ഡൗട്ട് വെച്ചിട്ട് വേണമെന്നുണ്ടായില്ല, ഞാൻ ജസ്റ്റ് ഒന്നും കൂടി ചെറിയൊരു സ്ട്രിപ്പ് മേടിച്ചിട്ട് ഞാൻ ഒന്നും കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കി. അന്നേരം അപ്പോൾ ഞങ്ങൾ ഞെട്ടി കുട്ടിമാമ ഞങ്ങൾ ഞെട്ടി എന്ന് പറഞ്ഞ പോലെ
ഞാൻ ഞെട്ടി സത്യമായിട്ട്. ഇത് ഞങ്ങൾ ഈ പറഞ്ഞ ഞങ്ങൾ ആലോചിക്കും റീൽസിലെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഭയങ്കര സർപ്രൈസ്ഡ് ആയിട്ട് ഒരു വാവ് മൊമെൻ്റ് ആണല്ലോ. പക്ഷേ ഇവിടെ ശരിക്കും ഞാൻ ചേട്ടൻ്റെ അടുത്ത് വലിയ ചേട്ടാ അങ്ങനെയല്ല, നമുക്കൊരു ചില സന്തോഷിച്ചിട്ട് കരയാനും ദുഃഖിച്ചിട്ട് പ്രശ്നങ്ങൾ വേണമല്ലോ, അതുപോലെ ഒരു അവസ്ഥ. ദുഃഖിച്ചിട്ട് കരയണോ സന്തോഷിച്ചിട്ട് ചിരിക്കണോ അറിയാത്തൊരവസ്ഥ. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക, ഞങ്ങൾ ആ ഒരു സത്യം, ഞങ്ങൾ ആ ഒരു മൊമെന്റ് ഞങ്ങൾ അനുഭവിച്ചു. എന്താ പറയുക, ഞങ്ങളുടെ ലൈഫിൽ പുതിയൊരു അതിഥി വരുമെന്നുള്ളൊരു സന്തോഷം ഞങ്ങൾ അറിഞ്ഞു. യെസ്. പക്ഷേ പെട്ടെന്ന് കേട്ടപ്പോൾ നമുക്ക് ഞെട്ടലായി. കാരണം ഞങ്ങൾക്ക് രജിസ്ട്രേഷനും ആയില്ല, എന്താ എങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ ജോലിക്ക് കേറി സമയമായിട്ടേ ഉള്ളൂ. അപ്പൊ ഇനി പെട്ടെന്ന് ജോലി നിർത്തേണ്ടി വരുമോ, അങ്ങനെ ഒരുപാട് ടെൻഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ഹെൽത്ത് സിസ്റ്റം വളരെ മോശമാണ് എന്നൊക്കെയുള്ളൊരു ഇത്. പിന്നെ നമുക്കൊരു എക്സ്പീരിയൻസ്, നമ്മൾ കേട്ടത് മാത്രമല്ല നമ്മുടെ എക്സ്പീരിയൻസ് നമുക്കറിയാമല്ലോ. അപ്പോൾ അതൊക്കെ വെച്ചപ്പോൾ ഞങ്ങൾക്ക് ആകെ ടെൻഷനായി, എന്ത് ചെയ്യണം, നാട്ടിൽ പോകണോ, അങ്ങനെയൊക്കെയുള്ള ടെൻഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ പിന്നെ അങ്ങനെ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്താ വെച്ചാൽ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ ഞങ്ങളുടെ പ്രഗ്നൻസി ജേണിയും ഇതിനകത്ത് ഉൾക്കൊള്ളുന്നതാണ്. പ്രഗ്നൻസി ജേണി, ഞങ്ങളുടെ ലൈഫ് സ്റ്റൈൽ, ഞങ്ങളുടെ ഇതുവരെയുള്ള എക്സ്പീരിയൻസ്, ഡേ ടു ഡേ എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് ഫ്രീ കിട്ടുന്ന കിട്ടുന്ന ഒരു വീഡിയോസ് ഒക്കെ ചെയ്യാം എന്ന് ഞങ്ങൾ വിചാരിച്ചു. അങ്ങനെ തുടങ്ങുന്ന ചാനലാണ് ഞങ്ങളുടെ ഡെഫോഡിൽ കപ്പിൾ. അപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ പ്രഗ്നൻസി ജേണിയൊക്കെ കുറച്ച് മുന്നോട്ടായി. പിന്നെ ഇപ്പൊ ഞങ്ങൾ ഏകദേശം ഞങ്ങളുടെ ബേബിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഏത് നിമിഷവും. അപ്പൊ ഇത് ഞങ്ങൾ ഓരോന്നായിട്ട് ഞങ്ങളുടെ പ്രഗ്നൻസി ജേണി അത് ഓരോ വീഡിയോസും ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് എങ്ങനെയൊക്കെ സംഭവിച്ചു, അപ്പോയിന്റ്മെന്റ് കിട്ടി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഡൗട്ട്സ് ഉള്ള കാര്യങ്ങളായിരിക്കും. പിന്നെ വിസയിലായിരുന്നു ഞാൻ. അപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിലാകുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഹെൽത്ത് എങ്ങനെയാണ്, നമുക്ക് ഇവിടുത്തെ ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടുമോ, പ്രഗ്നൻസിയിൽ എന്ത് ബെനിഫിറ്റ്സ് ആണുള്ളത്, NHS അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. സോ ഇനിയുള്ള വീഡിയോസ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ വരുന്നത് അങ്ങനത്തെ എല്ലാ കണ്ടൻറ്റും, ഞങ്ങളുടെ ലൈഫും എക്സ്പീരിയൻസും ഒക്കെ ഉണ്ടാവും. സോ ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.